അപ്പൊ ഇന്നേ ഞങ്ങള് അന്നമ്മനോടെ പോവാണ് കേട്ടാ. ഞാനും സണ്ണി ചേട്ടനും കിടന്നുവരും കൊറേ ദിവസത്തിന് ശേഷം നമ്മളിങ്ങനെ ഒരു നാളുകൾക്ക് ശേഷമാണല്ലോ അതന്നെ. കുറച്ച് നാളത്തേക്ക് സണ്ണി ചേട്ടൻ ഞാൻ കൂട്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. So today we are going to beauty parlor for Midu's hair cutting and spa. ചെറുതായിട്ട് cutting is over cutting, it will be out of house. Okay, and some pedicure for my kali. This is our today jobs. So maybe beautician Jeji will look my kal. Maybe avoid the pedicure work. കോഴിക്കാട്ടം വേണ്ട താറാവും കാട്ടം ഓൾസോ അവൈലബിൾ ഇൻ ഇൻസൈഡ് the നഖം. സോ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് അന്നമനയുടെ പോകുമ്പോണ്. ഇനി ഡ്രസ്സൊക്കെ മാറട്ടെ, പോയി കുളിക്കും. അന്നമന എന്ന് പറയുന്നത് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയുടെ അങ്ങ് തെക്കേ അറ്റത്തുള്ള ഒരു സുന്ദരമായ ഗ്രാമം. അവിടെ നിന്നാണ് ഞങ്ങൾ മിക്കപ്പോഴും തുണികളും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൗന്ദര്യ ടെക്സ്റ്റൈൽസ്. അപ്പൊ അതിന്റെ അടുത്തൊക്കെയാണ് നമ്മുടെ ഈ ഷോപ്പ്. അപ്പൊ നമുക്ക് അടുത്താന്ന് തോന്നുന്നു. കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതിന്റെ അടുത്താണ് ഞാൻ ആ ചേച്ചി കുറെ നാളെ വിളിക്കണേ. അപ്പൊ വിചാരിച്ചു ഇന്ന് പോവാന്ന്. നമുക്കല്ലേ അതിന്റെ സമയം. അതന്നെ, ഇന്നാണ് ആ ദിവസം. അപ്പൊ എന്റെ കൂലിയൊക്കെ കഴിഞ്ഞു. ഇനി ചേട്ടൻ പോയി കുളിച്ച് ഡ്രസ്സ് മാറും, ഞാൻ ഡ്രസ്സ് മാറട്ടെ. അപ്പൊ ഇങ്ങനെ ഞങ്ങള് റെഡിയായി. സുന്ദരക്കുട്ടപ്പനും സുന്ദരക്കുട്ടപ്പിയുമായി. എന്നാലും ഞാനൊന്ന് കണ്ണൊക്കെ എഴുതി അത്ര തന്നെ. എന്റെ മുഖത്ത് നോ മേക്കപ്സ്. എന്റെ മുഖത്തും നോ മേക്കപ്സ്. നിന്റെ മുഖത്ത് നീ കണ്ണെഴുതിയില്ലേ, ലിപ്സ്റ്റിക് ഇട്ടില്ലേ? ഇതൊക്കെ പുറത്തുനിന്നുള്ള സാധനങ്ങളല്ലേ? അതെ. എന്റെ മുഖത്ത് ഒന്നുമില്ല. നാച്ചുറൽ ബ്യൂട്ടി ആയിക്കോട്ടെ. പോവാ. അപ്പൊ അങ്ങനെ ഞങ്ങള് വണ്ടി കയറി. നല്ല പുരി വെയിലാണ് കേട്ടാ, നല്ല കരിയണ വെയില് പുറത്ത്. അകത്ത് അങ്ങനെ വെയിലില്ല, ചൂട് മാത്രം. ചൂട് അകത്ത് ചൂടുണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. നീ എന്തൊക്കെ പറയണേ? വെയിലുണ്ട്, അകത്ത് നല്ല മഞ്ഞ് പോലത്തെ തണുപ്പ് വിറയ്ക്കണം. അത്രയും തണുപ്പാണ്. നീ പുച്ഛിക്കണ എന്റെ വണ്ടീനെ? ഞാൻ പുച്ഛിച്ചില്ല, ഞാൻ പറഞ്ഞത് വേറെ. ഞാൻ ചിന്തിച്ചത് വേറെ, പറഞ്ഞത് വേറെ. ക്ലിയർ ആയിരിക്കണം പറയുന്നത്. നമ്മുടെ വണ്ടീനെ ഒരിക്കലും ഇത് ചെയ്യരുത്. ഈ റോഡിലെന്താ ആൾക്കാരൊന്നും ഇല്ലാതെ? നട്ടുച്ചേർത്തപ്പോ ആൾക്കാർക്ക് വെയിലത്ത് ഇറങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതും ശരിയാണ്. എന്നാലും കുറച്ച് പോലീസ് വണ്ടിയൊക്കെ പോണ്ടല്ലോ. പോലീസ് വണ്ടി അല്ല, എക്സൈസ് വണ്ടി. പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് എന്നിട്ടായാലും ഞങ്ങളിപ്പോ ബ്യൂട്ടി പാർലറിലേക്കുള്ള വഴിയിലാണ്. അതന്നെ, അന്നമനട. അവസാന ചേട്ടന്റെ കാല് ഇതുവരെ പെഡിക്യൂർ ചെയ്തിട്ടില്ല കേട്ടാ. ഇനി ചെയ്യാവോ? ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്ത് തരാറുണ്ട് ഇടയ്ക്ക്. ഞാൻ ചെയ്യാറുണ്ട്. എന്റെ ഭയങ്കര പെഡിക്യൂറല്ലേ, എപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ. അല്ല, ഇടയ്ക്ക് എന്നോട് പറയും ചേട്ടന്റെ കാല് ഞാൻ സൂപ്പറാക്കും, അടിപൊളിയാക്കും എന്നൊക്കെ പറയും. സമയം പോലും കിട്ടാറില്ല, പക്ഷെ അന്ന് പണ്ടൊക്കെ ചെയ്യാൻ സമയം കിട്ടാറുണ്ട്. പണ്ടൊക്കെ ചെയ്ത് തരാറുണ്ട്. എടുത്ത് കുത്തി വലിച്ച്. അപ്പൊ എന്തായാലും സന്ധ്യയുടെ കാലുമ ക്രീം പറ്റിയില്ല എന്നുള്ളൊരു വിഷമം. ശരിക്കും എനിക്ക് വിഷമമുണ്ട്. എനിക്ക് സാരില്ല, ചേട്ടന്റെ കാലം ഒരു വെള്ളത്തിൽ കുതിർത്തിയിടും. തുണിയോ കുതിർത്തിയിട്ടിട്ട് അവരങ്ങോട്ട് തേച്ചരച്ച് ശരിയാക്കി തരും. അതുകൊണ്ട് നേരെ കോഴിക്കാട്ടത്തേക്ക് തന്നെയല്ലേ പോകാൻ പോണെ? അതൊക്കെ ശരിയാണ്, കോഴിക്കാട്ടത്തിലൊക്കെ ഞാൻ പോവും. അത് ചെരുപ്പിട്ടാ മതി. പക്ഷെ ഇപ്പൊ ഷൂവും ചെരുപ്പൊക്കെ ഇടുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ട്. അത് ബൈക്ക് യൂസ് ചെയ്യണാനാണ്. ബൈക്ക് യൂസ് ചെയ്യുമ്പോ ചെരുപ്പ് ഇട്ടിട്ട് പുറത്തേക്കൂടെ വെയിലത്തേക്കൂടെ പോകുമ്പോളേ കാലിന്റെ അവിടെ വേറെ കളറായി പോകും. ഈ ബുള്ളറ്റ് മേടിച്ചതിന് ശേഷം എന്റെ കാലിന് രണ്ട് കളറായി. ഷൂ ഇട്ടിട്ട് പോണായിരുന്നു. നമ്മള് ഇപ്പത്തെ വെയില് ഭയങ്കര വെയിലല്ലേ. ഞാനിപ്പോ വഴികൂടെ ഭയങ്കര ഫ്രീക്കനായിട്ടാ. എങ്ങനെയാ? ഷൂവും നമ്മളത് യൂസ് ചെയ്യാത്തുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കത് ഫ്രീക്കത്. എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം ആയിരിക്കും. ഞാൻ പോണത് ഇപ്പൊ അങ്ങനെയാന്ന്. അല്ലെങ്കിൽ ഞാൻ വെയിലൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മള് ഇപ്പത്തെ വെയില് കൊള്ളില്ല. ശരിക്കും പറഞ്ഞ മുമ്പത്തെ വെയിലിന് ഇത്രയും പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും. അതെ, ഈ പ്രായമായത് തുടങ്ങുമ്പോഴാണ് അതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങണേ. പക്ഷെ ഇന്ന് ഞാൻ എന്തൊരു ന്യൂസ് കണ്ടു. 30 ഉണ്ടായിരുന്നോ, 33 വരെ യൗവനോ അങ്ങനെ എന്തോ. 66 വരെ യൗവനം. അങ്ങനെ എന്തോ അങ്ങനെ
ഞാൻ ദിവസം പറഞ്ഞപ്പോ ആരും അങ്ങനെ എന്തോ റിപ്പോർട്ട് വന്നു, അങ്ങനെ എന്ത് ന്യൂസ് ഞാൻ കണ്ടു, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കാണണം, നമുക്കിതൊക്കെ അറിയണ കാര്യങ്ങളാണല്ലോ. അതല്ല നമ്മൾ അറിയണല്ലോ. നിങ്ങൾ ആ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. 40ാമത്തെ വയസ്സിലാണ് യൗവനം തുടങ്ങുന്നത്. അല്ല, 32 വയസ്സ് തുടങ്ങി 66 വയസ്സ് വരെ. മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17ാമത്തെ വയസ്സില് കൗമാരം തുടങ്ങും. പിന്നെ അങ്ങനെ എന്തൊക്കെയാണ് 9 വയസ്സ് വരെ കുട്ടി, പിന്നെ 10 വയസ്സ് തുടങ്ങി അങ്ങനെ എന്തോ, ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അടിപൊളി ജിപ്സി വിനി കിടക്കണ്ടായിരുന്നു. അതിപ്പോഴാണ് പറയണേ. നീ ശ്രദ്ധിക്കുന്ന നീ ശ്രദ്ധിച്ചില്ല. ഞാനിവിടെ നമ്മുടെ പ്രേക്ഷകരോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് ചേട്ടന്റെ ജിപ്സി. പക്ഷെ എനിക്ക് ജിപ്സി ഉണ്ട് എനിക്ക് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റും? അറിയില്ലല്ലോ. എന്തിട്ടായാലും നല്ലൊരു ജിപ്സി ആയിരുന്നു. അപ്പൊ എന്തിട്ടായാലും നമുക്ക് എന്താ പറഞ്ഞു ആ ന്യൂസ് ഞാൻ മറന്നുപോയി. ആ ന്യൂസ് മറന്നാലും മറന്നില്ലെങ്കിലും 40 എന്നൊക്കെ പറയുന്നത് യൗവനാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും പണ്ടൊക്കെ ചെറുപ്പത്തിൽ 10ാം ക്ലാസ് ഒക്കെ എന്ന് പറയുമ്പോ എന്തൊരു വലിയ ആൾക്കാരാന്ന് വിചാരിച്ചായിരുന്നു. 10ാം ക്ലാസ് എന്റെ സമയത്ത് വിചാരിച്ചു 18 വയസ്സ് പറയുന്നത് ഭയങ്കര സംഭവമാന്ന് വിചാരിച്ചു. ഇപ്പൊ വിചാരിച്ചു നമ്മളാണ് ചെറുപ്പം. അങ്ങനെ എല്ലാ ഏജുകാരും വിചാരിക്കണ്ടാവൂല്ലേ? തീർച്ചയായിട്ടും അല്ലേ? 60 വയസ്സായ ആൾക്കാർ വിചാരിക്കണ്ടാവും. പിന്നെ ചില ആൾക്കാർ മരിക്കുമ്പോ ഇപ്പൊ മമ്മി ഇവരൊക്കെ പറയണ്ട, വിഷയോ എന്ത് ചെറുപ്പക്കാരനായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് 10-12 വയസ്സുള്ളപ്പോ 40-50 വയസ്സുള്ള ആൾ മരിച്ചെന്ന് പറയുമ്പോ ഇയാള് ചെറുപ്പക്കാരനോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ? ഇല്ലല്ലേ, ഞാൻ മാത്രമാണ് ചിന്തിച്ചത്. അല്ല, ഇപ്പൊ നമുക്ക് 40 വയസ്സെന്ന് പറയുമ്പോ വിഷയോ ചെറുപ്പക്കാരൻ അല്ലേ? എന്തൊക്കെയായാലും നമ്മള് 10 മിനിറ്റിനുള്ളിൽ നമ്മള് സ്ഥലത്ത് എത്തിയിരിക്കുന്നു. സ്ഥലത്തെത്തും. നമ്മള് അന്നമ്മയുടെ ജംഗ്ഷനിൽ എത്തിയിട്ടാ. ഇവിടെ ഉണ്ട് അമീറാസിന്റെ കുഴിമന്തി. നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് കഴിക്കാം. നമ്മള് മിക്കപ്പോഴും കഴിക്കുന്ന ഒരു കുഴിമന്തിയാണ്. അത് ഇവിടെ നിന്നല്ലല്ലോ നമ്മള് മാളയിൽ നിന്ന് മേടിക്കാറ്, അവരുടെ തന്നെയാണെന്ന്. അപ്പൊ നമ്മള് എന്തായാലും അന്നമ്മയുടെ ജംഗ്ഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗന്ദര്യ എന്നാണ് സ്വയം. എവിടെ സൗന്ദര്യം? സൗന്ദര്യം. നമ്മൾ കൂടുതലും ഡ്രസ്സുകൾ മേടിക്കാറുള്ളത്. ആക്ച്വലി നമ്മൾ ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ? ഇവിടെ ഉണ്ട്, പക്ഷെ ഇതിന്റെ പാർക്കിംഗ് എവിടെയാന്ന് എനിക്ക് അറിയില്ല. ഇതാണ് സംഭവം. ഇവിടെ ബോർഡ് ഞാൻ കണ്ടു. പാർക്കിംഗ് ചേച്ചിനെ വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ ഇവിടെ റോട്ടിലിടാം നമുക്ക്. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡിൽ നിന്ന് എഴുതി വെച്ചിട്ടില്ല. അറിയില്ല, ചോദിക്കണം. ഇപ്പൊ എനിക്ക് ഇവിടെ നല്ല പൂവ്. മറ്റേ പൂവാണോ? അല്ല 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 അല്ല, ഇത് വേറെ ഏതോ പോവാ. അപ്പൊ ഇവിടെ ഇട്ടിട്ട് പോവാ. അപ്പൊ നമ്മള് പാർക്ക് ചെയ്ത് ഇറങ്ങട്ടെ? അല്ലെ ഞാൻ വിളിച്ചു നോക്കണോ? പാർക്ക് ചെയ്യുന്നല്ല ഇറങ്ങട്ടെ, കാറിൽ നിന്ന് ഇറങ്ങട്ടെ, ചെയ്തിട്ട് ഇറങ്ങട്ടെ. ഒന്ന് വിളിച്ചു നോക്കിയാ ചേച്ചിയോട്. ഇത് വല്ല പ്രശ്നമുള്ള ഏരിയ ആണോ? മീൻസ് വല്ല ഓട്ടോ സ്റ്റാൻഡ് ആണോ? ചേച്ചിയോട് ചോദിക്കി. ഇവിടെ വണ്ടി ഇട്ടോട്ടെ. അവർക്ക് വല്ല വേറെ പാർക്കിംഗ് ഉണ്ടോ ഇനി? അവിടെ 2.5 കിലോ ചെറുനാരങ്ങ 100 രൂപ. ഇങ്ങനെ നോക്കിയാൽ കാണില്ലേ? കൂളിംഗ് ഗ്ലാസ്സിൽ കൂടെ കാണിച്ചുതരാം. കൂളിംഗ് ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ടോ? അവിടെ ചേച്ചി ഹലോ. എത്തി. അത് നിങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ട്? അത് റോട്ടിൽ പാർക്ക് ചെയ്താൽ മതിയോ? പാർക്കിംഗ് ഉണ്ട്, ഇങ്ങോട്ട് കയറ്റിയിടാം. പക്ഷെ വണ്ടികൾ ഇരിക്കുമ്പോൾ സംശയമുണ്ട് എനിക്ക്. കുഴപ്പമില്ല, ഞങ്ങൾ റോട്ടിലിട്ടോളാം. കുഴപ്പമില്ല. ഇവിടെ ആരോ 2 വീലേഴ്സ് കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പാർക്കിംഗ് ഉണ്ട്, പക്ഷെ നിറയെ വണ്ടികൾ കയറ്റി വെച്ചേക്കാം അവിടെ. കുഴപ്പമില്ല. ഓക്കെ ശരി. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇറങ്ങാണ്. വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. എനിക്ക് സ്ഥലം ഉണ്ടാവില്ല. എനിക്ക് ഇരിക്കാനുള്ള ഗ്യാപ്പുണ്ട്. നല്ല കരിയണ വെയിലാണ് കേട്ടാ. ഭയങ്കര വെയില് കേട്ടോ. കരിയണ വെയില്. ബാഗ് കുഴപ്പമില്ല. പാർക്കിംഗ് ഒക്കെ സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കരിയണ ബ്യൂട്ടി പാർലറല്ലേ പോണ നീ? അത് പറഞ്ഞ നമ്മള് കരിയണ ആവശ്യമില്ല. ഭയങ്കര വെയില്.
വീട്ടിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇനി ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുമ്പോ നോക്കിക്കോ, ഞങ്ങൾ കാലൊക്കെ അങ്ങോട്ട് സുന്ദര കുട്ടന്മാരും കുട്ടികളൊക്കെ ആയിട്ടേക്ക് ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങളല്ല ചേട്ടൻ. നിന്റെ മുടി ഭയങ്കര സംഭവല്ലേ? എന്റെ മുടി ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സ്പെക്കുലോ അല്ലേ? നമസ്കാരം. അപ്പം നമ്മളങ്ങനെ നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ നിങ്ങളായിരിക്കാം അതെ, അത് മതി, കേട്ടാ മതി. അതായത് എനിക്കൊരു ഒരു ക്രിസ്മസിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടാ. നീ എങ്ങനെ ഉണ്ടാണ്? ഞാൻ ഇവരുടെ റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. നിങ്ങളുടെ ക്രിസ്മസ് പരിപാടികളൊക്കെ തുടങ്ങിയില്ലേ? ക്രിസ്മസിന്റെ ഓഫറുകള് കാര്യങ്ങള്. അപ്പോൾ വന്നപ്പോൾ തന്നെ മിടുവിൻ്റെ മുടിയൊക്കെ അവർ പിടിച്ചു നോക്കി എന്തോ ചെയ്യാനുള്ള പരിപാടിയിലാണ്. കൊറേ കട്ട് ചെയ്ത് കളയരുത്. ആ, ചെറുതായിട്ട് ഒപ്പല്ലാത്തത് മാത്രം. ज्यादा नहीं, थोड़ा 1 सेंटी. മിടു എങ്ങനെ അതെ കുളിക്കാനായിട്ട് കിടക്കണം. മിടുവിന് വയസ്സാവുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഇപ്പം. മുടിയൊക്കെ നരച്ച് ഇങ്ങനെ ഇരിക്കും. ശരിക്കും വേണേ കണ്ടോ, ഞാൻ മുടി കറുപ്പിക്കില്ലോ, കാണാൻ പറ്റില്ല ആർക്കും. പെട്ടെന്ന് ദൂരെ നോക്കി അങ്ങനെ തോന്നുള്ളൂ കേട്ടോ. മിടുവിന്റെ തല മസാജിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുടിയുള്ള തന്നെ ശരിക്കും മസാജ് ചെയ്യാൻ പറ്റുമോ? എന്ത് എന്താ ചേട്ടന് മുടിയില്ലാത്തപ്പോ ഇങ്ങനെ അവർക്ക് കൈ മുടിയുടെ ഉള്ളിൽ കൂടെ മസാജ് ചെയ്ത് എനിക്ക് കേൾക്കൂലില്ല. താലയിട്ട് അടിയണായിട്ട് നല്ല സുഖമുണ്ട്. കൊള്ളാം, ആസ്വദിക്കാൻ പറ്റില്ല. മിണ്ടാണ്ട് ഞാൻ മിണ്ടല്ലേ. അപ്പം അങ്ങനെ മിടുവിൻ്റെ മുടി വാഷിങ്ങും തല മസാജിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാ. ഇപ്പോൾ ഒരു ഭൂതം കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഭൂതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും. ശരിക്കും ഭൂതം കിടക്കുന്ന പോലെ ഉണ്ട്. ആ കണ്ണൊക്കെ പിള്ളേരെ കണ്ട പേടിക്കും. അറിയില്ല. ഇങ്ങനെ കാണിച്ചു തരാം, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഭൂതം. അപ്പം മിടുവിൻ്റെ മുഖത്ത് ഭൂതത്തിനെ ആക്കി അവിടെ കെടുത്തിയേക്കാണ്. അപ്പോൾ അടുത്തത് എൻ്റെ പെഡിക്യൂറാണ്. ഞാനത് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ സമയം മാച്ചാവില്ല. ഇവിടെയാണ് നമ്മുടെ പെഡിക്യൂർ ചെയ്യുന്ന സ്ഥലം. ഇവിടെ നല്ല റോസപ്പൂ ഇട്ട വെള്ളമൊക്കെ ഉണ്ട്. നല്ല ചൂടുള്ള വെള്ളമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ വെള്ളത്തിൻ്റെ ചൂട് കുറച്ചുകൊണ്ടിരിക്കുക. ഉള്ളിൽ നിന്ന് ലൈറ്റുകളൊക്കെ വന്നാണ് നല്ല രസമുണ്ട്. റോസപ്പൂവും പല കളറും. इसका अंदर हीटर है और बाहर से आ रहा है पानी. इधर से आ रहा है, उधर ऊपर हीटर है, गर्म हो जाता है पानी. അപ്പോൾ നമ്മുടെ കാലിൻ്റെ നഖത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി എന്തോ ക്രീം അതിൻ്റെ മുകളിൽ തേച്ചിട്ട് ഈ കാല് വീണ്ടും അതിൻ്റെ മുകളിൽ ക്രീം തേച്ചിട്ട് വീണ്ടും വെള്ളത്തിൽ മുക്കിയേക്കണം. എന്തായി? കാലൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. ഫാൻ്റെ നല്ല കാറ്റുണ്ട്, സൗണ്ട്.
അപ്പൊ അങ്ങനെ മിടുവിന്റെ മുടിയുടെ സെറ്റിങ്ങും കഴിഞ്ഞു. സൂപ്പറായിട്ട് ഉറങ്ങി. എനിക്ക് ഓർക്കുമ്പോ ഹാപ്പി കാല് വേറെ നീ എന്നും നീ തന്നെ ചെയ്തു തന്നോ? അടിപൊളിയായിരുന്നു കേട്ടോ. കാൽമേത്ത അഴുക്കൊക്കെ പോയി. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ആവില്ലേ? എപ്പോഴും ചെരിപ്പിട്ട് അടക്കാറ്. ഞാൻ ഈ കോഴിക്കോട്ടിലൊക്കെ പോകുമ്പോ നേരെ പോവും. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. നല്ല സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാം. കുറേ ക്രിസ്മസ് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്ന് കൊണ്ടുപോയി നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് വരാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ പേര് സ്പെക്കിലോ യൂണിസെക്സ് സലൂൺ. ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് റീലായിട്ട് കാണാം. ഈ വീഡിയോ വന്നേക്കും റീൽ വരുമായിരിക്കും. താങ്ക് യു അഞ്ജലി ചേച്ചി. ഓക്കെ, ഞങ്ങളുടെ സർവീസ് ഒക്കെ ഓക്കെ അല്ലേ? മുടിയൊക്കെ ഞാൻ വിചാരിച്ച പോലെ കട്ട് ചെയ്യാൻ പറ്റും. ആദ്യമായി എന്റെ കാല് വൃത്തിയാക്കാനുള്ള ഭാഗ്യം. അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി ഇടയ്ക്കൊക്കെ ഇതിലെ പോകുമ്പോ കേറാം. ഇനി മക്കളെയൊക്കെ കൊണ്ടുവരാട്ടാ. പോയാലോ? ശരി. 2 കിലോ നെല്ലിക്ക 100 രൂപ, 2 കിലോ നാടൻ നെല്ലിക്ക 100 രൂപ, 2.5 കിലോ ചെറുനാരങ്ങ 100 രൂപ, 2.5 കിലോ ചെറുനാരങ്ങ 100 രൂപ, 2 കിലോ പച്ചമാങ്ങ 100 രൂപ, 2 കിലോ മാങ്ങ, 2 കിലോ നെല്ലിക്ക 100 രൂപ, 2 കിലോ നെല്ലിക്ക 100 രൂപ, 2 കിലോ നാടൻ നെല്ലിക്ക 100 രൂപ, 2.5 കിലോ ചെറുനാരങ്ങ 100 രൂപ, 2 കിലോ ചെറുനാരങ്ങ 100 രൂപ, 2 രൂപ, 2 കിലോ പച്ചമാങ്ങ 100 രൂപ, 2 കിലോ നെല്ലിക്ക 100 രൂപ, 2 കിലോ നാടൻ നെല്ലിക്ക 100 രൂപ, 2.5 കിലോ ചെറുനാരങ്ങ 100 രൂപ, 2.5 കിലോ ചെറുനാരങ്ങ 100 രൂപ, 2 കിലോ പച്ചമാങ്ങ 100 രൂപ, 2 കിലോ പച്ചമാങ്ങ 100 രൂപ, 2 കിലോ നെല്ലിക്ക 100 രൂപ, 2 കിലോ നാടൻ നെല്ലിക്ക 100 രൂപ, 2.5 കിലോ ചെറുനാരങ്ങ 100 രൂപ, 2.5 കിലോ ചെറുനാരങ്ങ 100 രൂപ, 2 കിലോ പച്ചമാങ്ങ 100 രൂപ, 2 കിലോ പച്ചമാങ്ങ 100 രൂപ, 2 കിലോ നെല്ലിക്ക 100 രൂപ, 2 കിലോ നാടൻ നെല്ലിക്ക. അപ്പൊ അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാറിടണോ അതോ വണ്ടി കയറ്റിയിടാൻ എന്നിട്ട് കയറാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല വിശപ്പ്. അപ്പൊ അങ്ങനെ ബ്യൂട്ടി ബോയും ബ്യൂട്ടി ഗേളും ബ്യൂട്ടി ഗേൾ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. എന്റെ കാലുമ എന്നോട് പറഞ്ഞു ഇനി എല്ലാ ദിവസവും രാത്രി മോയ്സ്ചറൈസർ പെരട്ടിട്ട് വേണം കിടക്കാനെന്നൊക്കെ പറഞ്ഞാണ്. എവിടേക്ക് വരണം. ഞാൻ പറ്റിത്തരേണ്ടി വരും. അടിപൊളിയായിരുന്നു കേട്ടാ. കാലിന്റെ എന്താ പറയാ, എനിക്ക് തന്നെ വിഷമം തോന്നിപ്പോയി. എന്റെ കാലുമ്പോ ഒരാളങ്ങനെ ചെയ്യണാണുമ്പോളേ. പിന്നെ അവരുടെ സർവീസ് ആണല്ലോ. ശരിയാ, അടിപൊളിയായിരുന്നു. എനിക്കും ചെയ്യിക്കണം. ഇപ്പഴല്ല, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. കുറച്ച് ദിവസം കഴിയുമ്പോ എന്താ, കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് എന്റെ കാലുമ്പോ തടാൻ വെച്ചോളൂ. അതെങ്ങനെയാണ്. ഓ, ഒരു നഖം പോയിട്ടുണ്ട് കേട്ടോ. ആ നഖം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. എന്റെ നഖം എന്തെങ്കിലും ലോക്കൽ നഖമായിരുന്നു. ലോക്കൽ നഖമൊന്നല്ലായിരുന്നു. ഞാൻ ചേട്ടനെ സൂക്ഷിക്കാത്തതിന്റെ ഇതല്ലേ. അങ്ങനെ പിന്നെ നേരെ സ്റ്റീവിനെ എടുക്കാൻ പോവാണ്. സ്റ്റീവ് വരുന്ന സമയമായി. അങ്ങനെ ദേ നമ്മുടെ സ്റ്റീവ് കുട്ടനെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുമണി കുഞ്ഞുമണിന്റെ ബാഗോ കുഞ്ഞുമണിക്ക് അമ്മേനെ കണ്ട് തിരിച്ചറിയാനല്ലേ. അമ്മേനെ കണ്ട് കൊച്ചു അതിന് മാത്രമൊന്നുമില്ല. അപ്പയുടെ കാല് കണ്ട് അപ്പനെ തിരിച്ചറിയില്ല. പിന്നെ കാലുമേ ഒരു ചേച്ചി ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് ക്ലീനാക്കി സൂപ്പറാക്കി അപ്പനെ. അപ്പൊ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പഴംപൊരി മേടിച്ചാലോ സ്റ്റീവ്? പഴംപൊരി വേണോ? എന്തൊന്നും മിണ്ടാത്തേ കേട്ടാ. അങ്ങനെ അതെ സ്റ്റീവ് കൊണ്ടന്നെ പഴംപൊരി മേടിച്ചിട്ടുണ്ട്. പഴംപൊരി എല്ലാവരും പഴംപൊരി ഫാനാ. ഗ്രേസും സ്റ്റീവും അമ്മയും സണ്ണി നടന്നു.
ഞാൻ പഴംപൊരി നീ ഫാനാ. മാത്രല്ല, നീ പരിപ്പോട. ഞാൻ പരിപ്പുവട ഫാനാ. ഞാൻ പരിപ്പുവട ഉഴുന്നുവട ആ ഫാനാണ്. നിങ്ങൾ ഏത് ഫാനാണെന്ന് പറയണേ. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലെ നമ്മൾ കഴിക്കും. എനിക്ക് ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉള്ളിവട അത്ര ഇഷ്ടമില്ല. ഉള്ളിവടല്ല, മുളക് വട. മുളക് വട അതന്നെ ഉള്ളിവട അല്ല. മറ്റേ ഉള്ളിവട പറയുന്നത് മറ്റേ ഉള്ളി മാത്രമുള്ള സാധനം. അതല്ല, അത് നല്ല രസാ. നല്ല ഉള്ളി മാത്രമുള്ള നല്ല രസമാണ്. പക്ഷെ എനിക്ക് അതിലിഷ്ടം ഉള്ളിവടയാണ്, അല്ല മുളക് വടയാണ്. എനിക്ക് മുളകുള്ള ഉഴുന്നുവട പോലത്തെ വട. പക്ഷെ എനിക്ക് ഉഴുന്നുവട ഇഷ്ടം. ഉഴുന്നുവടയും പരിപ്പുവടയും. പഴംപൊരി എനിക്ക് കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മധുരത്തിനോട് അത്ര ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കാം. എന്തായാലും കഴിക്കും, കഴിക്കാണ്ടിരിക്കില്ല, എന്തും കഴിക്കും. ജീവനൊരു ഉഷാറില്ലല്ലോ. ഉറക്കം വന്നിട്ടാ ഉറക്കത്തിന് എൻപിച്ചെന്റെ. ഗ്രേസ് ഇപ്പൊ ഒരു മുമ്പ് വീട്ടിലെത്തണം. നേരെ ഇരിക്കേ അമ്മേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അവന്റെ ബാഗ് എടുത്തിട്ടില്ല. 2 കിലോ 100, 2 കിലോ 100. 2 കിലോ 100 കൊണ്ട് ഞാൻ ചെയ്യണം. 2 കിലോ 100 ഇന്നലെ എന്തെങ്കിലും ചെയ്യണം. ഇന്ന് ഉപ്പിലിടും. മുളകിലല്ലേ, മറ്റേ മുളക്. വീട്ടിൽ കാന്താരി മുളക് പൊട്ടിക്കായിരുന്നു. ശരിയാ, എന്തേലൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി അകത്ത് കയറട്ടെ. ഞാൻ പിടിക്കാം. അപ്പം അങ്ങനെ അതെ ഗ്രേസും സ്കൂളിൽ നിന്ന് വന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസത്തെ മെയിൻ പ്രോഗ്രാമുകൾ കഴിഞ്ഞു. മിഡു ജിമ്മി പോകാൻ പോണ്. ഒരു ഹായോ ബയ്യോ പറഞ്ഞിട്ട് കൂടി. അപ്പം ഗേഷു സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു. എൻ്റെ മുട്ടമണി. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം.